പൊന്നാനിയിലെ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ച തെറ്റായ ലാബ് റിപ്പോർട്ട് നൽകിയതിൽ പ്രതിഷേധിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. മനസ്സിലായോ? നിങ്ങൾ പാർട്ടി നിയമനങ്ങൾ നടത്തണ്ടേ? ആളുകളുടെ ക്വാളിറ്റി നോക്കണം, അവരുടെ യോഗ്യത നോക്കണം ചെയ്യണ്ടേ? അവർ നടക്കണില്ല. പൊന്നാനിൽ എന്താ അവസ്ഥ? ആ ലക്ഷ്യമുണ്ട് എന്നുണ്ട് മലമ്പനി എന്താണ് ഇവിടെ ആളുകൾക്ക് നടക്കണ്ടേ? മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ പൊന്നാനിനെ വളരെ മോശമായിട്ട് വൃത്തിയില്ലാത്ത ജനങ്ങളെ കാണിക്കില്ലേ? ഇത് ഞങ്ങളെ ഉത്തരവാദികളല്ലേ? ഞങ്ങളടക്കമുള്ള ആളുകളെ ഉത്തരവാദികളല്ലേ? പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബിലെ പരിശോധനയിൽ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിക്കുകയും വ്യാപകമായ ആശങ്ക ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ മലമ്പനി ഇല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കുടുംബത്തിലെ ഒരംഗം ആദ്യത്തെ ദിവസം ശനിയാഴ്ച പോസിറ്റീവ് ആവുകയും അവർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് കുറച്ച് സമയത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടുന്ന് പോസിറ്റീവ് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ പോസിറ്റീവ് റാപ്പിഡ് ഡയഗ്നോസിസ് ടെസ്റ്റ് പോസിറ്റീവാണ്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ത്രീ വരികയും നമ്മൾ അവിടെ ഒരാൾക്കും മലേറിയ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അടുത്ത ആളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആവുകയും അവരെ ബ്ലഡ് സ്മിയർ അപ്പം തന്നെ നോക്കുകയും അതും പോസിറ്റീവ് ആവുകയാണ്. അവരെ ഇവിടെ അഡ്മിറ്റ് ആവുകയും എന്നാൽ അവരുടെ കുടുംബം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. ഈ നമ്മുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മാസ് സർവേ നടത്തുക 500 മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലെ സ്ത്രീക്ക് മലേറിയ RDD റാപ്പിഡ് ഡയഗ്നോസിസ് ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും അവരുടെ ബ്ലഡ് സ്മിയറും നമ്മൾ പരിശോധിക്കുകയും അത് പോസിറ്റീവ് ആവുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 3 വ്യക്തികളുടെയും റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പോസിറ്റീവാണ്. അവരുടെ സ്ലൈഡുകളിൽ അവർക്ക് നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എന്ന കൺഫർമേഷൻ ടെസ്റ്റിൽ അവരുടെ സ്ലൈഡുകളിൽ മലേറിയ പാരസൈറ്റ് നമ്മുടെ ചുവന്ന രക്താണുക്കളെ ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളും ആ ബ്ലഡ് സ്മിയറിൽ പോസിറ്റീവ് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ മലേറിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു അസുഖമാണ്. ക്ലോറോക്വിൻ അതായത് വൈവാക്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട സ്പീഷീസ് ആണെങ്കിൽ അതാണ് നമുക്കിവിടെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത്. അവർക്ക് വെറുതെ നമുക്ക് ഗുളിക ക്ലോറോക്വിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുത്ത് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഇവർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ആ പനിയില്ലാത്ത സമയത്ത് എടുത്ത സ്മിയറിൻ്റെ നിന്ന് കിട്ടാതിരുന്നതാകാം അവരുടെ ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നത്. രാഷ്ട്രീയ പ്രേരിതമായി ലാബിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് മൂലമാണ് ഇത്തരം ഗുരുതര പിഴവുകൾ സംഭവിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. കുന്തമില്ലാത്ത രീതിയിലാണ് പൊന്നാനിയിലെ ആരോഗ്യ വിഭാഗം പോകുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വന്ന മെഡിക്കൽ റിപ്പോർട്ട്. പൊന്നാനിയിൽ നിന്നും മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനി ആകെ ആശങ്ക വരുത്തി വലിയ രീതിയിലുള്ള പരിശോധന നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ 4 വാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെയെല്ലാം നടന്നു. ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, ഇത് മലമ്പനിയല്ല. പൊന്നാനിക്കാരെ പൊട്ടം കളിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടത്തിയ ലാബ് പരിശോധനയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുമ്പ് വന്നത് മെഡിക്കൽ റിപ്പോർട്ടായി വന്നത് മലമ്പനി ഉണ്ടെന്ന്. ഇവിടെ താൽക്കാലിക നിയമനം നടത്തരുത്, രാഷ്ട്രീയ പ്രേരിതമായി നിയമനം നടത്തരുതെന്ന് പ്രതിപക്ഷം എന്നും ആവശ്യപ്പെടാറുണ്ട്. HMC യോഗത്തിലാണെങ്കിലും കൗൺസിലും UDFൻ്റെ കൗൺസിലർമാരും HMCയിലെ UDFൻ്റെ അംഗങ്ങളും കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ എല്ലാ നിയമനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു നിലവാരവുമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയാണ് താൽക്കാലികമായി ഇവിടെ ലഭിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കണമെന്നും അടിയന്തരമായി HMC യോഗം വിളിച്ചു ചേർക്കണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. MP നിസാർ, റഫീഖ് തറയിൽ, കുഞ്ഞുമോൻ, UK അമാനുള്ള, ഫർഹാൻ BM, M റൌഫ്, M ഫസലുർ റഹ്മാൻ, റാഷിദ് നാലകത്ത്, ഇബ്രാഹിം മരക്കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.